എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാനങ്ങനെ രാംചരൻ്റെ പെദ്ദി കണ്ടു. ഇതിപ്പം നെറ്റ്ഫ്ലിക്സിലും ഉണ്ട്. ഞാൻ അങ്ങേയറ്റം ഒരു ഒരു പീക്ക് അപരാധമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഈ പടം ഇറങ്ങിയതിന് ശേഷം കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ച് റീ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പം മൊത്തത്തിൽ ഓവറോൾ കണ്ടപ്പോൾ എനിക്കൊരു ആവറേജ് ലെവൽ എനിക്ക് തോന്നി. അത് പറയാനുള്ള രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് രാംചരൻ്റെ പെർഫോമൻസ് കൊള്ളാം എന്ന് പറഞ്ഞാൽ ആശ മറ്റേ മൾട്ടി പ്ലെയർ ആണ്. ഒരു ടൈമിൽ ക്രിക്കറ്റർ, പിന്നെ റെസ്ലർ, പിന്നെ റണ്ണർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവുന്ന ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ കഥ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രാംചരൻ്റെ പെർഫോമൻസ്. സോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത, ആവശ്യങ്ങൾക്കൊന്നും ഓടിയെത്താൻ പറ്റാത്ത അങ്ങനത്തെ ഒരു നാട്. അവിടുത്തെ കുറേ നാട്ടുകാർ, അവിടുത്തെ വൺ ഓഫ് ദ ആളാണ് രാംചരൺ. അപ്പം കൂലിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണതുമായിട്ടുള്ള പെരിയ കിടിലമാണ്, ക്രിക്കറ്ററാണ്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ തൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് റെസ്ലിംഗ് ഇതിലോട്ട് വരും. അവിടെ നിന്ന് തനിക്ക് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്നുള്ള കാരണം പിന്നെ റണ്ണർ മീൻസ് പാര, ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കഥ തുടങ്ങുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ സ്പോർട്സിൽ അങ്ങ് കുത്തി കിടക്കുകയാണ്. അപ്പം പൊക്കി അടിക്കാനായിട്ട് ഇതിൽ വൺ ഓഫ് ദ മെമ്പർ പോകുമ്പോഴേക്കും എന്താ പറയുക, എല്ലായിടത്തും പെദ്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങേരാര് എന്തൊരു എന്നുള്ള ചരിത്രം ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലാഷ് ബാക്കിലാണ് മൊത്തം പോണത്. 90s നടക്കുന്ന കൈൻഡ് ഓഫ് കഥ. ഓക്കെ, ഇനി നമുക്ക് അപരാധങ്ങൾ ഫാക്ടറിലോട്ട് കിടക്കാം. ഒന്ന്, ജാൻവി കപൂർ. പറയണമെന്ന് ഞാൻ പടം ഇറങ്ങിയ സമയത്തെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. കളഞ്ഞിട്ട് വല്ല പണിക്കും വേറെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നും അല്ല. ഇവർ നല്ല നല്ല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുഞ്ചൻ സക്സേന ഹോം ബൗണ്ട് എന്ന് പറഞ്ഞൊരു പടമാണ്. നല്ല പടമാണ്. ഇവരൊക്കെ അതിൽ നല്ല അഭിനയമാണ്. അങ്ങനെ വല്ല നല്ല വല്ല കഥാപാത്രം വല്ലതും ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഡ്രാമ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പീരിയോഡിക്ക് അങ്ങനത്തെ വല്ല സാധനം ഉണ്ടെങ്കിൽ അത് നോക്കിപ്പോ. അല്ലാതെ ഇതൊന്നും പറ്റണ പണിയൊന്നുമല്ല, കളഞ്ഞെറിഞ്ഞിട്ട് പോണതാണ് നല്ലത്. നെപ്പോ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു മര്യാദയൊക്കെ വേണ്ടേ. എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ കണ്ടു വരുമ്പം കുഴപ്പമില്ലല്ലോ, തരക്കേടില്ലല്ലോ എന്നിങ്ങനെ ഒന്ന് ചിന്തിച്ച് വരുമ്പം കെട്ടിയെടുത്തോണ്ട് വരും. ഇൻട്രോയൊക്കെ കാണണം, എൻ്റെ പൊന്നേ കഷ്ടം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ തുടക്കത്തിൽ, അതായത് കല്യാണം ഒന്നും കഴിക്കാത്ത 30 വയസ്സ് തികഞ്ഞ ഒരു ആളാണ് രാംചരൺ. അപ്പോൾ ആശാനെയും കെട്ടാമുട്ടി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ജാൻവി കപൂറിനെയൊക്കെ കാണുന്നതാണ്. അപ്പം വർണ്ണിക്കുന്ന കൈൻഡ് ഓഫ് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിപ്പം റീ എഡിറ്റ് ചെയ്ത വെർഷനാണ് നെറ്റ്ഫ്ലിക്സിൽ വന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഞാൻ ഇതിൻ്റെ ആ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ കിഴങ്ങന്മാർ വീഡിയോ എടുത്തിടും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജാൻവി കപൂറിനെ പറ്റി വർണ്ണിക്കുമ്പം അത് എഡിറ്റർ ആണെങ്കിൽ ഏത് മോനോ എന്തോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വർണ്ണിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയാണ്, ഇതാണെന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് രാംചരൺ വർണ്ണിക്കുന്ന അതിൻ്റെ ഒരു സീനുണ്ട്. ആ ഒരു തിയേറ്ററിക്കൽ വെർഷനിലെന്ന് പറഞ്ഞാൽ മുഖത്തിനെ പറ്റിയിട്ട് മൊത്തത്തിലുള്ള സൗന്ദര്യത്തിനെ പറ്റി വർണ്ണിക്കുമ്പോഴെന്ന് വെച്ചാൽ ആ ഒരു എഡിറ്റർ കിഴങ്ങനെന്ന് പറഞ്ഞാൽ ക്ലീവേജ് നാവലുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്ത സീനുകളിൽ പ്ലേസ് ചെയ്തിരിക്കണം. എടാ നിനക്കൊക്കെ എന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് അന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ബാക്കി പടം കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ട് സംസാരിക്കാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇളക്കം പിടിച്ച പെണ്ണ് ആ നാട്ടിൽ വേറെ കാണൂല. അമ്മാതിരി ഒരുമാതിരി അങ്ങ് മറ്റേ ആടി വലഞ്ഞങ്ങ് നടക്കുകയാണ്. എനിക്കത് കണ്ടപ്പം മറ്റേ ഈ ലവ് ആക്ഷൻ ഡ്രാമയിൽ പറയും, മറ്റേ നിവിൻ പോളി പൃഥ്വിരാജിന്റെ അമ്മയടുത്ത് ചോദിക്കണത് എൻ്റെ ഇളകിക്കൂടെ, എന്നാ പിന്നെ അങ്ങോട്ട് ഇളക്. എനിക്ക് അതാണ് മൊത്തത്തിലൊരു ഇളക്കം മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ വില്ലനാണ് എന്ന് തോന്നിയവരൊക്കെ അവസാനം ആക്കുമ്പോൾ നന്മമരത്തിന്റെ പീക്ക് അതുവരെ മറ്റേ ജാതീയത തേങ്ങ മാങ്ങാന്ന് പറഞ്ഞവരൊക്കെ ബാ എൻ്റെ അടുത്തിരി ഇവിടെ ഇരി എന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരിത്. കുറേ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അവരവിടെ എന്തായി, ഏതായി, ഇനി എങ്ങനെയായിരുന്നു എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ബാക്കി. പിന്നെ ശിവരാജ് കുമാർ ഒരാവശ്യമില്ല. ഇതിനൊക്കെ ടിപ്പിക്കൽ ആക്ടേഴ്സ് ഉണ്ടല്ലോ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തന്നെ, അവരെയൊക്കെ വല്ലതും ഇതുപോലുള്ള ഓറയുള്ള മനുഷ്യനെ വിളിച്ചിട്ട് ഇമാതിരി ഒരു റോളിന് ചെയ്യിക്കാനാണ്. അതങ്ങനെ. പിന്നെ VFX അവരാധിച്ച ഒരു VFX എന്ന് വെച്ചാൽ, ഇവിടെ ഇത്രയും പൈസ മുടക്കി ഒരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം VFX സെറ്റ്. ഞാൻ ഇതിന്റെ ഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മൊത്തം മറ്റേ സ്ക്രീന് കെട്ടി വെച്ചിട്ടാണ് ഇത് അങ്ങോട്ട് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ അവരെ അവസ്ഥ കാണിക്കുക അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അത്രയും പൈസ മുടക്കി VFXന് വേണ്ടി മുടക്കി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇന്നേ വരെ നടക്കാത്ത കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല. ക്ലീഷയാണ്, ടിപ്പിക്കൽ ക്ലീഷേ കഥയാണ് ഈ സാധനം. ഞാനും ഈ കഥയൊക്കെ എവിടെ വേറെ കേട്ടിട്ടുണ്ട്. ഇപ്പം പേരൊന്നും ഓർമ്മ പറഞ്ഞല്ലോ, പക്ഷെ കേട്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണിത്. പക്ഷെ ഇത് അപ്പം നമുക്ക് തിരിച്ച് ജാൻവി കപൂറിലോട്ട് വരാം. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇത് റീ എഡിറ്റ് സാധനം ആയതുകൊണ്ട് തന്നെ കുറേ സീൻസുകളൊക്കെ എടുത്ത് വെട്ടി എറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ അതിനും കൂടെ ചേർത്ത് വെച്ച് പറയാമായിരുന്നു.
ആദ്യത്തെ എന്ന് വെച്ചാൽ 3 മണിക്കൂറായതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്. അറൗണ്ട് ഒരു കഷ്ടിച്ചൊരു 10-20 മിനിറ്റ് ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു 10-20 മിനിറ്റ് ഭയങ്കര ടോർച്ചറിങ്ങാണ്. എന്ത് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ നിന്നേ ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ 30 തികഞ്ഞ ഒരു ആളാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാം ചരൺ ഇതിനകത്തുള്ള ക്യാരക്ടർ. അപ്പം പെണ്ണ് കെട്ടാനായിട്ട് മുട്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ കെട്ടിച്ച് വിട്ടാൽ മതി എന്നുള്ള ഒരു കൈൻഡ് ഓഫിൽ നിൽക്കുമ്പോഴേക്കും ഒരു പോയിന്റിൽ വെച്ച് അശക്തിയെ കാണുന്നു, കൊണ്ടങ്ങ് വർണ്ണിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എഡിറ്റ് ഫുട്ടേജിന്റെ കേസൊക്കെ ഞാൻ സംസാരിച്ചത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിൽ വർണ്ണിക്കണതുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ വീട്ടിനകത്ത് കയറുന്നു, ഇരുട്ട് വാക്കിനകത്ത് ചെന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് ലിപ് ലോക്ക് അടിക്കണം. ഇതിനെപ്പറ്റി പിന്നീട് ഒരിക്കൽ ഒരു സംസാരം വരുമ്പോഴേക്കും അത് ചിലർ പൂ കൊടുത്ത് ഇഷ്ടം പറയും, ചിലർ ലെറ്റർ കൊടുത്ത് പറയും, ചിലർ ഗിഫ്റ്റ് കൊടുത്ത് പറയും. ഞാനിങ്ങനെ ടച്ച് ചെയ്താണ് പറയണത്, കാണിച്ചതേ തൊട്ടിത്തരാം, എന്നിട്ട് അതിന് വേറൊരു എക്സ്പ്ലനേഷൻ വരാം. അത് കേട്ടപ്പോഴേക്കും ചേച്ചി അങ്ങ് ഫ്ലാറ്റ്. അതുവരെ മറ്റേ ഇളകിക്കൊണ്ടിരുന്നവർ പിന്നെ അങ്ങോട്ട് കിടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതുവരെ ഈ ഒരു അമ്മാതിരി ഇളക്കം പിടിച്ചോന്ന് വെച്ചാൽ ടുവേർഡ്സ് ക്ലൈമാക്സിലൊക്കെ പോകുമ്പോൾ പിന്നെ എക്സ്പോസിങ്ങും ഇല്ല, ഒന്നുമില്ല, ക്ലീവേജ് കാണിക്കലും ഇല്ല. നന്മ ഇത്രയും ഒരു നന്മ നിറഞ്ഞ പുള്ളിക്കാരിയാണ് നാട്ടിലുണ്ടോന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് നീറ്റ്. ഇത്രയും ഇഷ്യൂസ് വന്ന സമയത്ത് ഡയറക്ടർ എന്തോ പറഞ്ഞു, ഞാൻ എവിടെ ഇൻസ്റ്റയിൽ എന്തോ കണ്ടാണ്, അയ്യോ ഇത്രയും കോൺട്രവേഴ്സി ആവുമെന്ന് അല്ലെങ്കിൽ ഇത്രയും സംസാരമാവുമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് റീ അടിക്കുന്നത്. നിനക്കൊന്നും തലയ്ക്കൊന്നും ഓളമില്ല, നീയല്ലേ ഇതൊക്കെ കഥ എഴുതി വെച്ചേക്കണം, വെണ്ടയ്ക്ക അക്ഷരത്തിലല്ലേ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ എന്നൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിനക്ക് അറിഞ്ഞുകൂടെ ഇത്രയും ഇത് വരും എന്നുള്ളത്? ഇപ്പോഴും കുറേ എണ്ണത്തിന് കുറേ ചിന്തയുണ്ട്. ഇങ്ങനെയൊക്കെ രണ്ട് ഇളക്കമുള്ള 2 സീന് കാണിച്ചാൽ അവിടെ ആൾക്കാരെല്ലാം കൂടെ, അതും പ്രത്യേകിച്ച് ആണുങ്ങളെല്ലാം കൂടെ ഓടിക്കാറ് വരുമെന്നാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി ഇത് ആവറേജ് എങ്കിലും തോന്നിയെന്ന് വെച്ചാൽ ഇത് ആ കഥ പോണ രീതിയും കൊള്ളാം, പിന്നെ ആ രാം ചരണിന്റെ പെർഫോമൻസ്, ഇത് രണ്ടും കൊള്ളാം. അപ്പോഴും സ്റ്റിൽ ഇതിനെക്കാട്ടി മേലെയുള്ള സാധനങ്ങളുണ്ട്. രംഗസ്ഥലം ആയാലും ഇപ്പോൾ RRRലെ പെർഫോമൻസ് ആയാലും മഗധീര ആയാലും എല്ലാം ഉണ്ട്. പക്ഷേ സ്റ്റിൽ ദിസ് വൺ ഈസ് ഗുഡ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെ വേറെ കൂടുതൽ അങ്ങെടുത്ത് പൊക്കി അടിക്കാനൊന്നുമില്ല. പ്രധാനമായിട്ട് ജാൻവി കപൂറിന്റെ ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി തന്നെ 2 പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.